Hi friends, welcome to my YouTube channel H Media. DWG Beginner to Advanced Tutorials in the 83rd lesson. This lesson is Autocad 3DsMax DWG files copy and paste the script introduced. We can use script use this script install this video check. I will open this Autocad file use this script check. We will Autocad plan elevations copy നമുക്ക് ആദ്യം ഇത് സെലക്ട് ചെയ്യാം. അതിനുശേഷം കൺട്രോൾ സി പ്രസ് ചെയ്യാം. ഓട്ടോകാഡിലെ നോർമൽ കമാൻഡ് ആയ ഈ ഒരു കൺട്രോൾ സി തന്നെയാണ് നമ്മൾ ഈ ഒരു കോപ്പി ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 3DsMax ഓപ്പൺ ചെയ്യാം. ഞാൻ ഈ ഒരു ടൂൾ ബാറിലേക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലാൻ ആൻഡ് എലിവേഷൻ നമുക്കിതിലേക്ക് പേസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു DWG ഫയൽസ് ഇവിടെ പേസ്റ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിതൊരു വൺ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഫാസ്റ്റായി ഈ ഒരു ഫയൽ യൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. ഓട്ടോകാഡിൽ നമ്മൾ ഒരു പ്ലാനിലോ എലിവേഷനിലോ ചെയ്യുന്ന ചേഞ്ചസ് ഇതുപോലെ കോപ്പി ചെയ്തുകൊണ്ട് 3DsMaxലേക്ക് ഈസിയായി പേസ്റ്റ് ചെയ്യാൻ ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഞാൻ ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റാണിത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ ഒരു മാക്രോ സ്ക്രിപ്റ്റ് ഫയൽ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ നമ്മുടെ ടൂൾ ബാറിലേക്ക് ഒരു ബട്ടണായി ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇതിൽ ടൂൾ ബാർസ് എന്ന ഓപ്ഷനിൽ കാറ്റഗറിയിൽ N95 ഡിസൈൻ എന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നമുക്കിതിൽ പേസ്റ്റ് ഫ്രം ഓട്ടോകാഡ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. നമുക്കിത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൂൾ ബാറിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഈ ഒരു ബട്ടണിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ റീനെയിം ചെയ്യണമെങ്കിൽ നമുക്കിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ബട്ടൺ അപ്പിയറൻസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ടെക്സ്റ്റ് ബട്ടണിൽ നമുക്ക് ഈ ഒരു ലേബൽ എന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിന് ഷോർട്ടായി ഒരു പേര് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടൂൾ ബാറിലേക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ആഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓട്ടോകാഡിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.